ഈഴവനും നായരും ഒരുമിച്ചാൽ രൂപപ്പെടുന്ന ഒരു വലിയ സാമുദായിക ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് ഭയപ്പെടുന്നതിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങളാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അനുകൂല പ്രസ്താവനകൾ ഇറക്കിയപ്പോൾ ഉണ്ടായത്? അത് സത്യത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലമായി പ്രവർത്തിക്കുന്നത്. ആശയതലത്തിൽ ഈ ഭൂരിപക്ഷ വോട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു കൊടുക്കുക, അതിന് സാധ്യമായ മട്ടിൽ ഭൂരിപക്ഷ ഏകീകരണം സാധ്യമാക്കുക. ഭൂരിപക്ഷ ഏകീകരണം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അത് ഹിന്ദു ഏകീകരണമാണ്. ഹിന്ദു ഏകീകരണം സാധ്യമാക്കുക. കാരണം ന്യൂനപക്ഷ വോട്ട് സമ്പൂർണ്ണമായും ഇടതുപക്ഷത്ത് നിന്ന് ഒലിച്ചു പോയിരിക്കുന്നു എന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വഴിയും വിട്ട് ആ ദാസ്യവേല കുറെ കാലമായിട്ട് പിണറായി വിജയന്റെ ദാസ്യവേല ചെയ്യുന്ന ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ നിലവാരത്തിലേക്ക് കേരളത്തിലെ സമുന്നതനായ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ താണിറങ്ങിപ്പോയിട്ട് കുറെ കാലമായി. അതിന്റെ തുടർച്ചയാണിത്. അപ്പൊ അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഒടുവിലത്തെ പ്രവണത എന്താണ്? ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോ BJPക്ക് ഒരു അപരത്വം, മുസ്ലിം അപരത്വം ഉണ്ടല്ലോ. അപ്പുറത്ത് മുസ്ലിം എന്ന ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലാതെ ഹിന്ദു യൂണിറ്റി സാധ്യമല്ല എന്നൊരു നയം അത് സ്വാഭാവികമാണ്. BJP അതേ നയം കഴിഞ്ഞ കുറെ കാലമായിട്ട്, കഴിഞ്ഞ കുറച്ചു കാലമെങ്കിലും ആയിട്ട് ഇടതുപക്ഷത്തിന്റെ നാവെന്ന വ്യാജേന വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധിച്ചത് എന്താണ്? വെള്ളാപ്പള്ളി നടേശന്റെ ഇതുവരെയുള്ള സേവനത്തിന്റെ ഒരു റിസൾട്ട് മുസ്ലിം യൂണിറ്റി നടന്നു എന്നുള്ളതാണ്. ഹിന്ദു യൂണിറ്റി നടന്നതുമില്ല. അതിന് അദ്ദേഹം ഇപ്പൊ പഠിച്ചിരിക്കുന്ന പുതിയ പാഠമാണ്, ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കാൻ ഇനി സംഘടനകൾ തമ്മിലുള്ള ഐക്യമാണ് വഴി. NSSും SNDP യോഗവും തമ്മിൽ രണ്ടാണെന്ന് തോന്നിക്കരുത്. രണ്ടും ഒരു മുന്നണിയെ പിന്തുണക്കുന്നു എന്ന് തോന്നിക്കുകയും വേണം. അതിനുള്ള ധാരണ വന്നിരിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ സുകുമാരൻ നായർ എല്ലാ പരിധിയും വിട്ട് ഏതാണ്ട് കോൺഗ്രസിനെയും VD സതീശനെയും, കാരണം VD സതീശൻ കോൺഗ്രസിൽ ഒരു കുറെ കൂടി സ്വീകാര്യതയുള്ള നേതാവായി വളർന്നു വന്നിരിക്കുന്നു. UDFന് അധികാരം കിട്ടുമെന്നൊരു അവസ്ഥ പൊതുവെ വന്നു ചേർന്നിരിക്കുന്നു. ആ സമയത്ത് സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. സുകുമാരൻ നായർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യമുള്ള ഒരാളാണ്. മന്നത്ത് പത്മനാഭൻ ഒരു നായർക്ക് സമൂഹത്തിൽ എവിടെ അംഗീകാരം കിട്ടുമ്പോഴും അതിനെ മനസ്സാ സ്വീകരിച്ച ആളാണ്. തോപ്പിൽ ഭാസിയുടെ ചരിത്രമുണ്ട്, നമ്മളെപ്പോഴും പറയുന്നതാണ്. തോപ്പിൽ ഭാസി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തോപ്പിൽ ഭാസിയോട് എല്ലാവരും പറഞ്ഞു മന്നത്തിനോട് പോയി ഒന്ന് കാണണം, എന്നാ വോട്ട്, സമുദായത്തിന്റെ വോട്ട് കിട്ടും. അദ്ദേഹം പോയില്ല. അയ്യോ, ഞാനില്ല, ഞാൻ എല്ലാ സാമുദായികവാദത്തിനെതിരാണ്, ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. പക്ഷെ മന്നത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചാ. അതെ, അവനാണ് ചുണയുള്ള നായർ എന്ന് വെച്ചാൽ 2 കാര്യം കൊണ്ടാ. ഒന്ന്, ആദർശത്തിൽ നിന്നും അതിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. 2, കരുത്തനാണ്. അവൻ എവിടെ നിന്ന് അംഗീകാരം കിട്ടിയാലും അത് നായർക്ക് കിട്ടുന്ന അംഗീകാരമാണ്. അങ്ങനെയും കാണാമല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ VD സതീശന് അംഗീകാരം കിട്ടുമ്പോൾ തകർക്കാനല്ല സുകുമാരൻ നായർ ശ്രമിക്കുന്നത്. ഇപ്പൊ 2 കൂട്ടരും കൂടി ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, സംഭവിക്കുന്ന കാര്യം ഒന്നാണ്, ഈ SNDPയും NSSും തമ്മിൽ ഒന്നിക്കുന്നത് കേരളത്തിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ സാമൂഹിക അന്തരീക്ഷം നല്ലതാ. കാരണം ഇവർ തമ്മിൽ കൂടിയ വഴക്കിന് കണക്കില്ല. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പോലും ഓർമ്മയില്ല. യുഗപ്രഭാവന്മാരായ R ശങ്കർ ഉൾപ്പെടെയുള്ള SNDP നേതാക്കന്മാർക്ക് എതിരായി പറഞ്ഞു കൂട്ടിയത് മുഴുവൻ ചരിത്രത്തിലുണ്ട്. അതൊന്നും മലയാളത്തിന്റെ സംസ്കാരത്തിന് നല്ലതല്ല. എന്നാൽ ഈ 2 കൂട്ടർക്കും നവോത്ഥാനത്തിന്റെ അംശങ്ങളും ഉണ്ട്. ഇപ്പോ ശ്രീനാരായണ ഗുരുദേവന് തീർച്ചയായിട്ടും ഉണ്ട്, ഡോക്ടർ പൽപ്പൂവിനുണ്ട്, കുമാരനാശാനുണ്ട്. ആ പരമ്പരയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കേണ്ടത്. അദ്ദേഹത്തിന് നവോത്ഥാനപരമായി എന്ത് അംശമുണ്ട്? അദ്ദേഹം നവോത്ഥാന സമിതിയുടെ ചെയർമാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കേരളത്തിന് നവോത്ഥാനത്തിന് ചെയ്തത് എന്ന ചോദ്യം. അതിനകത്ത് ആശയപരമായ ഒരു വൈരുദ്ധ്യങ്ങൾ തുടക്കം മുതൽക്ക് ഇങ്ങോട്ടുണ്ട്. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവനയെങ്കിൽ അതിൻ്റെ പിന്നിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു സംഭവം അത് എത്രമാത്രം പക്ക പൊളിറ്റിക്കലായിട്ട് വേണ്ടി അതിനെ കാണാണ്. സാർ പറഞ്ഞ വളരെ വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇപ്പോഴത്തെ ഈ ഐക്യകാഹളം ഉണ്ടല്ലോ, ഈ മണിമുഴക്കം, ഹിന്ദുക്കളെ ഒന്നിക്കുവിൻ, നായന്മാരും ഈഴവരും, മാത്രമല്ല കൂട്ടത്തെ അലങ്കാരത്തിന് വേണ്ടി പറയുന്നുണ്ട്, നായാടി തൊട്ട് നമ്പൂരി വരെ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം കുറച്ചുകൂടി മാറ്റി പറയുന്നുണ്ട്, നസ്രാണി വരെ. നായാടി തൊട്ട് നസ്രാണി വരെ. അതെന്തിനാണ്? ഒരു ക്രിസ്ത്യൻ ഹിന്ദു യൂണിറ്റി കൂടി ഇതിൽ വേണം എന്ന് പറഞ്ഞാൽ മുസൽമാനെ മാത്രം മാറ്റി നിർത്തിയിട്ടൊരു അപരത്വം. അത് ശ്രീനാരായണ ഗുരുവിന്റെ വഴിയല്ലല്ലോ. എന്തായാലും ആലുവ ശിവരാത്രി മണപ്പുറത്ത് അല്ലെ 100-101 കൊല്ലം 102 കൊല്ലം മുമ്പ് അല്ലെ 1924 അല്ലേ
വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചു വരുത്തിയത് മുസൽമാനെയാണ്. എല്ലാവരും വിളിച്ചു വരുത്തി. അപ്പോൾ ആ പാരമ്പര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നായാടി തൊട്ട് മുസൽമാൻ വരെ എന്ന് വേണം പറയാൻ. അതാണ് ശ്രീനാരായണ ഗുരുവിന്റെ പാത. അപ്പോൾ കൃത്യമാണ്. ചില വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു, അല്ലെങ്കിൽ ചില സമുദായങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നൽകുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. കൃത്യമായിട്ട് BJP മുന്നോട്ട് വെക്കുന്ന ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം, മുസ്ലിം അപരത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് അനുഗുണമായ മട്ടിൽ നേർക്ക് നേരെ പിണറായി വിജയന് പറയാൻ മടിയുള്ളതും പറഞ്ഞാൽ അപകടം വരുന്നതുമായ കാര്യങ്ങൾ പിണറായി വിജയനേക്കാൾ ആവേശത്തോടെ അതേ കാറിൽ കയറിപ്പോയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നു എന്നതാണ് ഇപ്പൊ ചെയ്യുന്ന കാര്യം. ചോദ്യം ഇതാണ്, ആർക്ക് വേണ്ടിയാണ് ഈ ഐക്യാഹ്വാനം? സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്. സമുദായത്തിന്റെ നന്മക്കാണോ സാർ? നായരുടെ നന്മക്കാണോ? ഈഴവന്റെ നന്മക്കാണോ ഈ ഐക്യം? ആണെങ്കിൽ ഇവർ ഒന്നിക്കേണ്ടിയിരുന്ന എത്ര ചരിത്ര സന്ദർഭങ്ങൾ കടന്നുപോയി. ശബരിമലയിൽ വലിയ തോതിൽ ആചാര ലംഘനം നടന്നു. ഇവരെ ഒന്നിക്കുന്നത് കണ്ടില്ലല്ലോ നമ്മള്. നവോത്ഥാന സമിതി ഉണ്ടാക്കി. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നേക്കാൾ ബഹുമാനത്തോടെ സുകുമാരൻ നായരെ കാണുന്നു, ഞങ്ങൾ മറന്നു പുറത്തു എന്ന് പറയുന്നുള്ളൂ. എന്നാൽ പിന്നെ നവോത്ഥാന സമിതി ഉണ്ടാക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ കൂടെ മന്നത്ത് പത്മനാഭൻ വേണ്ടേ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഈ സമിതിയിൽ സുകുമാരൻ നായർ വേണമെന്ന് പറയണ്ടേ? അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ചെയർമാനായിട്ടിരുന്നു ഇത്രയും കാലം. എന്തുണ്ടായി എന്ന ചോദ്യത്തിന് വട്ടപൂജ്യമാണ്. എന്താ നവോത്ഥാന? ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. അപ്പോ ആ സമയത്തൊന്നും ഐക്യം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സമുദായത്തിന്റെ നന്മക്കല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും സാമുദായികമായ ആവശ്യത്തിന് വേണ്ടിയാണോ നായരും ഈഴവനും ചേർന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര കോളേജ് വേണം, ഞങ്ങൾക്ക് ഇത്ര കോഴ്സ് വേണം, ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാമുദായികമായ ആവശ്യങ്ങളൊന്നും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ ഇത് കൃത്യമായി ആസന്നമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി രണ്ടുപേരും ഐക്യപ്പെട്ട് നിൽക്കുന്ന, ഇപ്പോൾ ഇന്ന് എന്തൊരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ആണ് സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെന്റ്. സുകുമാരൻ നായർ എന്തൊരു മാന്യനായ മനുഷ്യനാണ് പിണറായി വിജയൻ. അദ്ദേഹം മാന്യമായ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ. സമുദായത്തിന് എന്ത് വേണമെന്ന് എപ്പോഴും വിളിച്ചു ചോദിക്കും. വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ആവശ്യപ്പെടാറില്ല. അതിന്റെ മറുവശം, പിണറായി വിജയന്റെ ഗവൺമെന്റ് സുകുമാരൻ നായർക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തൊക്കെ കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഈ ചാഞ്ചാട്ടം എന്ന് പറയുന്നവരുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഈ ഇപ്പോഴത്തെ ഈ ഐക്യാഹ്വാനം രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, CPMന്റെ അപകടം മണക്കുന്ന CPMന്റെ അത്യാസന്ന നിലയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം, നമ്പർ 1. നമ്പർ 2, വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ് എന്ന നിലയിൽ നിന്ന് നവോത്ഥാന നേതാവ് എന്ന് അറിയപ്പെടേണ്ടിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം കടുത്ത വർഗീയവാദി എന്ന നിലയിൽ വന്നു നിൽക്കുന്നു. ആ ഇമേജ് മെച്ചപ്പെടുത്തണം. അതിനാണ് ഇപ്പൊ സുകുമാരൻ നായർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ? വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ആരാണ് സാർ ആക്രമിച്ചത്? അദ്ദേഹം സ്വയംകൃത അനർത്ഥം കൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ടാർഗറ്റാണ്. മുസ്ലിം ലീഗും SNDP യോഗവും ഒരു കാലത്തും ഒരുമിച്ച് ഏറ്റുമുട്ടിയിട്ടില്ല. മുസ്ലിം ലീഗിനെ പിൻ പോയിന്റ് ചെയ്തിട്ട് UDF സമം മുസ്ലിം ലീഗാണ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. UDF വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കും, കുഞ്ഞാലിക്കുട്ടി ഭരിക്കുമെന്ന് ഇദ്ദേഹം. അപ്പൊ തന്നെ AK ബാലൻ പറയുന്നു, അല്ല, ജമാഅത്തെ ഇസ്ലാമി, ആഭ്യന്തര വകുപ്പ്. ഈ മാതിരി സ്റ്റേറ്റ്മെന്റുകൾ ആർക്ക് വേണ്ടിയാണ്? ഈ സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ എക്സ്പോസ്ഡ് ആയത്, അദ്ദേഹത്തിന്റെ വില കളഞ്ഞത്. ഇനി ഭാഗ്യവശാൽ, ഞാൻ വിചാരിക്കുന്നത് ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് നേതൃത്വം അതേ നാണയത്തെ തിരിച്ചടിച്ചില്ല. എത്ര പക്വതയോടെയാണ് അവർ പെരുമാറിയത് ആലോചിച്ച് നോക്കുക. നമുക്ക് രാഷ്ട്രീയമായുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ലീഗിനോടുണ്ട്, അത് പറയാം. പക്ഷേ ഈ ഇഷ്യൂവിൽ അവർ ഇടപെട്ടത് എങ്ങനെയാണ്? ഇന്നലെയും ഞാൻ കേട്ടു, ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജനം TV നേരിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് വിളിച്ചു അത്രേ, നിങ്ങളുടെ കമന്റ് എന്താണ്? നോ കമന്റ്സ്. മിണ്ടാതിരിക്കും. ചില നേരത്ത് മനുഷ്യനും പാർട്ടികളും മൗനം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും സാമുദായികമായ ഒരു അഗ്രസീവായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ സോഷ്യൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ല അപകടം, അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുമ്പോഴാണ്. സാമൂഹ്യമായി എന്തും ഒരു കലാപം ഉണ്ടാക്കാൻ പോലും മടിക്കാത്തൊരവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി വിട്ടത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ ഒരു ഇനിയാണ് ഡീൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മാച്ച് ഫിക്സിങ് പിടിക്കപ്പെടാതിരിക്കാൻ നീട്ടി എറിയുകയായിരുന്നു നസ്രാണി വരെ എന്ന് സംശയിച്ചുകൂടെ? അതെ, തീർച്ചയായിട്ടും. നസ്രാണി വരെ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു, ഇത് അവിടെ ഇവർക്ക് വേണ്ടത് ഹിന്ദു യൂണിറ്റി നടക്കണം.
അത് പ്രായോഗിക തലത്തിൽ നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ഈ രണ്ട് നേതാക്കന്മാരും പഠിക്കണം. എന്താ കാര്യം എന്നറിയോ? സമുദായത്തിന്റെ ആവശ്യങ്ങൾക്ക്, കല്യാണം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾക്ക് സമുദായത്തെ ഇവർ സമീപിച്ചു എന്ന് വരും. പക്ഷേ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഇവരോട് ചോദിച്ചിട്ടല്ല വോട്ട് ചെയ്യുക. സാറിന് കൃത്യമായിട്ട് അറിയാലോ, കേരളത്തിലെ നായര് എന്നെങ്കിലും NSSനോട് ചോദിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയി. എന്നാൽ അതേ അവസ്ഥയല്ലേ കേരളത്തിലെ ഈഴവന്മാരാ എപ്പോഴെങ്കിലും വെള്ളാപ്പള്ളിയോട് ചോദിച്ചു വോട്ട് ചെയ്യും? ഇവർക്ക് മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയ അധികാരം ഇവർക്കില്ല എന്ന് അവർ മനസ്സിലാക്കി. രാഷ്ട്രീയമായ സ്വാധീനം അവർക്കില്ല. വെറുതെ വെള്ളാപ്പള്ളി പറഞ്ഞവർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ആരൊക്കെ തോൽക്കണം, ആരൊക്കെ ജയിക്കണം. സുകുമാരൻ നായർ തരാതരം പോലെ പറയുമ്പോൾ ആരൊക്കെ തോൽക്കണം, ആരൊക്കെ ജയിക്കണം. ഇപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഏജന്റുമാരെ വിട്ടിട്ട് പറവൂരിലെ എല്ലാ മണ്ഡലത്തിലും കയറി നിരങ്ങിയിട്ട് NSSകാരാണ് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പിന്നെ അവരുടെ ഒരു പൊതു സ്വഭാവം അറിയാലോ, ആരാണോ ജയിച്ചത് അത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന. ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് നായരും ഈഴവനും ഒന്നിച്ചാൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നല്ലതാ. ഒരുപാട് വെറുപ്പും വിദ്വേഷവും പരസ്പര ശത്രുതയൊക്കെ കുറഞ്ഞു കിട്ടും. പക്ഷെ അങ്ങനെ ഒന്നിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സുകുമാരൻ നായർ പ്രായം നോക്കി ബഹുമാനിച്ചാൽ മാത്രം പോരാ, ചരിത്രം നോക്കി ചിലത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇദ്ദേഹം പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് എന്താ? മലപ്പുറത്ത് ഒരു കോളേജ് തുടങ്ങാൻ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല. അത് ആരുടെ ഉത്തരവാദിത്തം? അവിടെ ജനസംഖ്യയിൽ ഞങ്ങൾ കുറവായതുകൊണ്ടാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ കുറവാണല്ലോ NSS, സുകുമാരൻ നായരുടെ പാർട്ടി. സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, മലപ്പുറം ജില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ കാണുന്നത് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് NSS കോളേജാണ്. ഞങ്ങളുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ അക്ഷരം പഠിപ്പിച്ചത് അവരാ. NSS കോളേജ് വരുന്ന 1965 സർ. മലപ്പുറം ജില്ല വരുന്ന 69. ജില്ല വരുന്നതിന് മുമ്പ് വന്നു. എന്നിട്ടോ അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും അവിടുന്ന് അക്ഷരം പഠിച്ചു. NSS കോളേജ് എന്തെങ്കിലും ക്ലാഷ് ഇന്ന് വരെ? ആ കോളേജിന്റെ 60ാം വാർഷികം ആഘോഷിക്കുമല്ലോ കഴിഞ്ഞ കൊല്ലം 2025. എന്നെങ്കിലും മലപ്പുറത്ത് ഒരു NSS കോളേജിന് ആരെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? ഒരു ചരിത്രം, ഒരു അനുഭവം, ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടെങ്കിലും പറയാൻ പറ്റും. വെറുതെ പറയുക. ഇനി അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയേക്കാൾ ശക്തി കുറഞ്ഞ, സാമുദായികമായ ശക്തി കുറഞ്ഞ നായർ സമുദായത്തിന് 60 കൊല്ലമായി അതിഗംഭീരമായിട്ടൊരു കോളേജ് അവിടെ നടത്താമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് എന്തുകൊണ്ട് സാധിച്ചില്ല? ആരുടെ കുറവാണത്? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. സാറിന് അറിയുമോ, 2002 തൊട്ട് വെള്ളാപ്പള്ളി നടേശന്റെ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു അനുയായിയാണ് ഉണ്ണിയേട്ടൻ, പാറക്കോട്ടിൽ ഉണ്ണിയേട്ടന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ഏലംകുളത്ത് ഒരു കോളേജ് നടക്കുന്നുണ്ട്. SNDP യോഗം എന്താണ്, ശതാഭിഷേക സ്മരണ എന്തോ, അതിന്റെ SS കോളേജ് എന്നാണ്. എന്താണ് SNDP യോഗത്തിന്റെ 100ാം വാർഷികത്തിന് തുടങ്ങിയതാ. 2002 കണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ കോളേജ്. എത്ര കൊല്ലായി? 25 കൊല്ലായില്ലേ? ഈ 25 കൊല്ലത്തിനുള്ളിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ പരാതി, ഞങ്ങളൊരു കോളേജ് തുടങ്ങിയിട്ട് അഫിലിയേഷൻ കിട്ടിയില്ല. ആരോടാ പരാതി? ഈ 25 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചത് ഇദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ പിണറായി വിജയനല്ലേ? എന്തേ നേടിയെടുക്കാൻ സാധിച്ചില്ല? പറയേണ്ടടുത്ത് പറയാതെ, ചോദിക്കേണ്ടത് ചോദിച്ചു വാങ്ങാതെ, സ്വയം ചെറുതായിട്ട് ഈ മലപ്പുറം വിരുദ്ധ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറയുന്നത് മലപ്പുറത്തിനും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഒക്കെ അനിവാര്യമായ വിമർശനങ്ങൾ ആവശ്യമുണ്ട്. ആ വിമർശനമൊന്നും അല്ല ഇവരെ ഉന്നയിക്കുന്നത് സ്വന്തം പരാജയം വിളിച്ചു പറയുകയാണ്. ശരിക്കും സുകുമാരൻ നായർ ചേട്ടൻ, മണിച്ചേട്ടൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാന്നോ? അദ്ദേഹം പറയേണ്ടത് എന്താ ഇദ്ദേഹത്തോട്? വെള്ളാപ്പള്ളി അങ്ങനെയല്ല, നിങ്ങൾക്ക് മുസ്ലിങ്ങളെ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കേണ്ടതുണ്ട്. ആ വിമർശനം ഇതല്ല. ഈ വിമർശനം നടത്തുമ്പോൾ നമ്മളെ തന്നെ കൊച്ചാക്കുകയാണ്. നിങ്ങൾ അടിയന്തരമായി പറയേണ്ടത് ഇത് മലപ്പുറത്ത് പോയിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിനെതിരായിട്ടല്ല പറയേണ്ടത്, പാണക്കാട് തങ്ങൾക്കെതിരായിട്ടല്ല പറയേണ്ടത് ആരോടാ? പിണറായി വിജയൻ 2002 തൊട്ട് ഞങ്ങൾ അഫിലിയേഷൻ അപേക്ഷിച്ചിട്ട് എന്താ തരാത്തതെന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ പോരെ? കാറിൽ പോകുമ്പോഴെങ്കിലും പറഞ്ഞൂടെ? സ്വകാര്യ ചെവി പറഞ്ഞൂടെ? ഇതാണ് സത്യത്തിൽ ഇത് സിമ്പിളാണ് കാര്യം. 2 ലക്ഷ്യം ഇതിനുള്ളൂ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ ഇമേജ് ദയനീയമായി തകർന്ന് ഒരു കടുത്ത വർഗീയവാദിയുടെ നിലയിലേക്ക്. സാറിന്റെ ഓർമ്മയിലുണ്ടോ ഏതെങ്കിലും BJP നേതാവ് കേരളത്തിൽ ഇത്ര അപകടം പിടിച്ച സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? കടുത്ത വർഗീയ സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞ BJPയുടെ അഫിലിയേഷനുള്ള ഏതെങ്കിലും ഹിന്ദു സംഘടനാ നേതാക്കന്മാരൊക്കെ സാമുദായികമായി പറയുന്നുണ്ടാവും. ഉത്തരവാദപ്പെട്ട KG മാരാരോട്ട് ആരെങ്കിലും നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കണ്ടില്ലല്ലോ. അപ്പൊ അതിനേക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഇമേജ് പോയി. അത് രക്ഷിക്കാൻ സുകുമാരൻ നായരുടെ പിന്തുണ വേണം. 2, സുകുമാരൻ നായർക്ക് ആ പിന്തുണ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്താ? 2 കൂട്ടർക്കും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് UDF അധികാരത്തിൽ വരും എന്ന ഒരു ഭീതിയാണ്. അത് തകർത്തു കൊടുക്കണം. ആർക്കു വേണ്ടി ആണ് മണി മുഴങ്ങുന്നത്? പിണറായി വിജയന് വേണ്ടിയാണ് ഈ 2 ആശാന്മാരും മണി മുഴക്കുന്നത്. കേരളം അത് തിരിച്ചറിയും. അതിന്റെ അപകടം എന്താണെന്നറിയോ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് വല്ല സാധ്യതയും പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതായി. ഈ
സാമുദായിക നേതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചില മിനിമം യോഗ്യതകളുണ്ട്. ഒരുപക്ഷെ ഒരു സമൂഹത്തെ തന്നെ അപ്പാടെ വിഘടിപ്പിച്ച് നിർത്താൻ ഒരുപക്ഷെ നാളുകളിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും മുമ്പ് സാമൂഹ്യ നന്മ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പ്രസ്താവനയല്ല ഇത്. തികച്ചും ഉപരിപ്ലവമായ ഗൂഢോദ്ദേശം നടന്നിട്ടുണ്ട്. ഇതിന്റെ അപകടം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും, എന്റെ സാറെ ശിവപ്രസാദ് സാറിന് നന്നായിട്ട് അറിയാലോ, ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഈ രണ്ട് നേതാക്കളെക്കാളും പ്രബുദ്ധരാണ്. അവരുടെ കൺമുമ്പിൽ പിണറായി വിജയന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ പെർഫോമൻസ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നേതാവ് പറയാണ്, നിങ്ങൾ നായന്മാരെ നിങ്ങൾ പോയി പിണറായി വിജയനെ വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം, ഈഴവന്മാരെ നിങ്ങൾ പോയി പിണറായി വിജയനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്ന നായരും ഈഴവനും കേൾക്കുമോ? അതെങ്കിലും സ്വന്തം അനുയായികളുടെ പൾസെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ സമുദായ നേതാക്കന്മാർ പെരുമാറാൻ. ഒരിക്കൽ കൂടി ജനം അത് തെളിയിക്കും, തീർച്ചയായിട്ടും തെളിയിക്കുമെന്നാണ് ഈ നീക്കങ്ങൾ കാണുന്നത്. വഴിവിട്ട കളിയാണ്, നിലവിട്ട പോക്കാണ്. തീർച്ചയായിട്ടും അത് കേരളം അവരെ പഠിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.